ഷഹീദ് ബെഹസ്തി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് കേൾക്കണമെങ്കിൽ കുറച്ച് യാത്ര ചെയ്യണം. ഇന്ത്യയുടെ മുന്ദ്ര പോർട്ടിൽ നിന്നും കുറേ അധികം ദൂരം കടൽ വഴി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഇറാനിൽ എത്തിച്ചേരും. ഇറാനിൽ ചാബഹാർ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്. ഈ ചാബഹാർ പോർട്ടിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ടെർമിനലുകളാണ് ഷഹീദ് ബെഹസ്തി, ഷഹീദ് കലന്താരി. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യം ഇന്ത്യ റീസെൻ്റ്ലി ഈ ഷഹീദ് ബെഹസ്തി എന്ന് പറയുന്ന ടെർമിനലിൽ ഓപ്പറേഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള അനുവാദം നമുക്ക് ഇറാൻ തന്നിരിക്കുകയാണ്. വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇറാനിലെ ചാബഹാർ പോർട്ടിലെത്തി ഇറാൻ വഴി റോഡ് മാർഗം സന്ദർശിച്ച് നമ്മൾ കാസ്പിയൻ സീയിലെത്തുന്നു. കാസ്പിയൻ സീയിൽ നിന്നും അസർബൈജാനിലേക്കും അവിടെ നിന്ന് അസ്ട്രാഖാൻ റഷ്യയിലേക്കും എത്തുന്നു. അതുവഴി മോസ്കോയിലേക്കും, അങ്ങനെ നമ്മൾ ഒടുവിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്കും എത്തുന്നു. സാധാരണഗതിയിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ യാത്ര തിരിക്കുന്നു. അറേബ്യൻ സീ വഴി നേരെ ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഇടയ്ക്കൂടെ യാത്ര ചെയ്ത് റെഡ് സീ വഴി യാത്ര ചെയ്ത് മെഡിറ്ററേനിയൻ സീയിലെത്തുന്നു. അവിടെ നിന്ന് യൂറോപ്പിനെ ചുറ്റിക്കറങ്ങി നോർത്ത് സീയിലെത്തുന്നു. അവിടെ നിന്ന് തിരിച്ച് ബാൾട്ടിക് സീയിലെത്തുന്നു. അങ്ങനെ ബാൾട്ടിക് സീ വഴി സന്ദർശിച്ച് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെത്തുന്നു. ഈ യാത്ര കുറച്ചുകൂടി എളുപ്പമാക്കി തീർത്തിരിക്കുകയാണ്. ഏതാണ്ട് 40% സമയവും 30% കോസ്റ്റും ലാഭിക്കുന്ന ഈ വലിയ പ്രൊജക്റ്റിൻ്റെ പേര് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നാണ്, അല്ലെങ്കിൽ INSTC. ഈ INSTCയുടെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ പ്രൊജക്റ്റിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. INSTC സമീപ ഭാവിയിൽ സാധ്യമാകുന്നത് വളരെ സംശയകരമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ നടക്കുന്നു. US അടക്കമുള്ള പല വെസ്റ്റേൺ രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസും റഷ്യയെ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. ഇറാന് മുകളിൽ നേരത്തെ ഒരു സാങ്ഷൻ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ നമ്മുടെ വലിയ സ്വപ്നം സമീപ ഭാവിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റ് മിഡിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും, അതായത് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജീക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ നമ്മളായിട്ട് വളരെയധികം നല്ല ബന്ധത്തിൽ തുടരുന്ന ഈ രാജ്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് നമ്മളുടെ ആക്സസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു വഴിയാണ് ഈ പറഞ്ഞ വഴി. എന്താണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ്റെ കാര്യം അറിയാമല്ലോ. പല സാഹചര്യങ്ങളിലും നമുക്ക് ആ രാജ്യം വഴി എന്തായാലും കടന്നു പോകാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്ക് എത്തണം താനും. അഫ്ഗാനിസ്ഥാൻ വഴി സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെല്ലാമായിട്ട് നല്ല ബന്ധത്തിൽ തുടരുകയുമാണ്. അപ്പം അതിനുവേണ്ടി ഈ പ്രൊജക്റ്റ് വലിയൊരു മുതൽക്കൂട്ടാകും എന്നാണ് കരുതുന്നത്. വരുന്ന 10 വർഷത്തേക്കാണ് ഷഹീദ് ബെഹസ്തി പോർട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇറാൻ അതിനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകട്ടെ. ഇന്ത്യയുടെ ട്രേഡ് നല്ല രീതിയിൽ നടക്കട്ടെ. ലോജിസ്റ്റിക്സും മറ്റ് കാര്യങ്ങളും കുറച്ചുകൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു.